ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ പതിവ് പോലെ തന്നെ നമ്മൾ കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും കിച്ചണിലേക്ക് കയറിയാൽ തന്നെ എനിക്ക് കുട്ടികൾ പോകുമ്പോഴേക്കും ചോറും കറിയും ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും. ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഹറിബറി പണിയെടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കടലക്കറി വെക്കുമോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ മുമ്പേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നിനും മനസ്സ് വരാനിട്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാ ഞാൻ കടലയൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള കടലയാണ്. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് രാവിലത്തേക്ക് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങനെ തീരുമാനിച്ച് വെക്കും. അപ്പോൾ രാത്രി തന്നെ ഫ്രിഡ്ജിലേക്ക് ഞാൻ ഉള്ളി, അതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചതും കൂടി ബോക്സിലാക്കി വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് രാവിലത്തെ കാര്യം ഭയങ്കര ഈസി ആയിട്ടോ. അപ്പോൾ ഞാൻ അതിലേക്കുള്ള മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ്, പിന്നെ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവിനായിട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം, ഇവിടെ തീരെ എരിവ് പറ്റാത്തതുകൊണ്ട് അതങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ 1 ടീസ്പൂണോളം നമ്മൾ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വലിയ ജീരകമോ അല്ലെങ്കിൽ അതിൻ്റെ പൊടിച്ചതുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് തൂവി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ കൈ വെച്ചിട്ടാണെങ്കിലും ഇനി ഇങ്ങനെ ഒരു ചട്ടകം വെച്ചിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനൊരു 2-2.5 കപ്പോളം വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സവാളയിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത്യാവശ്യം വെള്ളത്തോട് കൂടി ഫസ്റ്റ് തന്നെ വെച്ചാൽ പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ ഒരു ടേസ്റ്റ് പോകും കേട്ടോ കറിയുടെ. അപ്പോൾ ആദ്യം തന്നെ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ അതൊരു വിഷയം വരില്ല. പിന്നെ അതാ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. നല്ല ഈസി ആയിട്ടുള്ള ഒരു കടലക്കറി തന്നെയാണിത്. ഈ ഒരു കറിക്ക് ബീഫ് കറീൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോഴേക്കും ഞാൻ ഇപ്പുറത്തടുപ്പിൽ ചായക്കൊക്കെ വെച്ച് കൊടുത്തിരുന്നു. പാലും വെള്ളവും ഒന്നിച്ച് തന്നെ വെച്ച് കൊടുത്തിട്ട് പിന്നെ അത് തിളക്കുമ്പോൾ പഞ്ചസാരയും ചായപ്പൊടി ഇടുക. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചായ വെക്കൽ. അപ്പോൾ പാകത്തിനുള്ള ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇറക്കി വെക്കുകയും ചെയ്യുക. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കടലക്കറി നല്ല കുറുകിയോ ചാറോട് കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് കറികളായാലും വെച്ച ഉടനെ തന്നെ കൂട്ടുന്ന സമയത്ത് വലിയൊരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നതിന് മുമ്പ് കറിയാക്കി വെക്കും. അപ്പോൾ കുറച്ചും കൂടി ടൈം നമുക്ക് ആ ഒരു കറി ഇരിക്കുമ്പോഴാണല്ലോ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരിക. അപ്പോൾ ഞാൻ 2 വിസിലടിച്ചതിന് ശേഷം സിമ്മാക്കിയിട്ട് ഒരു 5-8 മിനിറ്റും കൂടി വെക്കും. അങ്ങനെയാണ്. ഇനി പയറുവർഗ്ഗങ്ങൾ ഏത് വേവിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ ഇരുന്നിട്ടൊന്നുമില്ല. ചായ തിളക്കുന്ന സമയമായാലും കുക്കർ വിസിലടിക്കുന്ന ആ ഒരു സമയത്തായാലും ഒക്കെ ഞാൻ അതിലേക്ക് ചെറിയുള്ളി വേണം കേട്ടോ വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുട്ടിക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം കുപ്പിയിലാക്കി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്ത് വെക്കും. ചില സമയത്ത് രാത്രിയിൽ തന്നെ കുപ്പിയിൽ വെള്ളമൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ അപ്പം ചൂടാക്കി വെച്ചതുകൊണ്ട് ആ ചൂടോടെ ഒഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രാവിലെ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ചൂടുള്ള ചായ ഫ്ലാസ്കിലേക്കും ചൂടാറിയ ചായ കപ്പിലേക്കും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. എൻ്റെ രാവിലത്തെ കാര്യങ്ങൾ ഒരേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അധികവും അടുക്കളത്തെ കാര്യങ്ങൾ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും അപ്പോഴേക്കും കൗണ്ടർ ടോപ്പ് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതങ്ങനെ ശീലിച്ച് പോയി, അതുകൊണ്ടാണ്. അപ്പോൾ അത് അങ്ങനെ ആവുന്നതുകൊണ്ട് നല്ല വൃത്തിയായിരിക്കും കേട്ടോ കിച്ചൺ. ഇങ്ങനെ ഓരോ പണികൾ എടുക്കുമ്പോഴും നമ്മളെ കറിയും ചായ ആയതിനു ശേഷം പിന്നെ
പിന്നെ ഇതാ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, പത്തിരിക്കുള്ള വെള്ളം ഇപ്പുറത്തെ അടുപ്പിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പത്തിരിക്കുള്ള വെള്ളം ഒരു ഗ്ലാസ്സിന് 1.5 കപ്പ് എന്നുള്ള ആ ഒരു രീതിക്കാണ് കേട്ടോ വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കുള്ള പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാറുണ്ട്. എന്നാൽ പിന്നെ നമ്മളെ കയ്യിലൊട്ടുക, പ്രസ്സിൽ അങ്ങനെ ഒന്നും ഒട്ടുന്ന പ്രശ്നമോ ചട്ടിയിലൊട്ടുന്ന പ്രശ്നമോ അങ്ങനെ ഒന്നും വരില്ല കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. നമ്മളെ ഒരു മാവ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല കറക്റ്റ് ഇതിലെങ്ങനെ വാട്ടിയെടുക്കുകയാണ് കേട്ടോ. പത്തിരിപ്പൊടി എനിക്ക് പത്തിരി ചുടാൻ ഇഷ്ടമാണ്, അത് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി തന്നെയാണ്. അപ്പോൾ ഇവിടെ നൗഷാദും കുട്ടികൾക്കൊന്നും വലിയൊരു ഇഷ്ടമൊന്നുമില്ല പത്തിരിനോടൊന്നും, പക്ഷേ ഇടയ്ക്ക് നമ്മളിഷ്ടം വേണമല്ലോ, അതുകൊണ്ടാണ് ഞാനങ്ങനെ ഇടയ്ക്ക് പത്തിരി ഉണ്ടാക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ദോശ, ഇഡ്ഡലി, വെള്ളപ്പം, ഇടിയപ്പം അങ്ങനെ മാറി മാറി ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ അടുപ്പിച്ച് ഒന്ന് തന്നെ അങ്ങനെ ഉണ്ടാക്കുന്നത് ഇവിടെ ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുമില്ല. ഓരോ ദിവസം ഓരോന്നായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ നമ്മളെ പത്തിരിപ്പൊടിയൊക്കെ കറക്റ്റ് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് വെള്ളമൊക്കെ കൂട്ടി കുഴച്ച് നല്ല ഒരു സോഫ്റ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെ കയ്യിൽ കുറച്ച് പച്ചവെള്ളം ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മളെ കൈ പൊള്ളുന്ന പ്രശ്നമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ഒരു തണുത്ത വെള്ളത്തിൽ കൈയിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ കുഴച്ചെടുക്കുക. പിന്നെ വെച്ചാൽ പച്ചവെള്ളം തന്നെ എടുത്താൽ മതി, ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ കൈ നനച്ച് കൊടുക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പത്തിരിയൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം കുഴഞ്ഞ് വന്നതിന് ശേഷം ഇത് ഓരോ ബോളുകളാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരേ വലിപ്പത്തിലുള്ള ബോളുകൾ തന്നെ ആക്കി എടുക്കാൻ നോക്കുക കേട്ടോ. എന്നാലാണ് പത്തിരി ഒരു കറക്റ്റ് എല്ലാം ഒരേ വലിപ്പത്തിലാവുമ്പോൾ തന്നെ അല്ലേ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുക. അപ്പോൾ അതാ ഓരോന്നും അങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ അപ്പോഴേക്ക് നമ്മളെ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് നമ്മളെ അരി വെന്ത് കിട്ടും. അപ്പോൾ ചോറ് റെഡിയാവും. പിന്നെ ഇതാ പത്തിരി റെഡിയായി, നമ്മളെ കറിയും റെഡിയായി. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും കറികളൊന്നും ആക്കണ്ടെന്ന് ചോദിച്ചൊക്കെ പറഞ്ഞിട്ടോ എന്നോട് രാവിലെയാണ് കേട്ടോ പറയുന്നത്. ഞാൻ വൻപയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അപ്പോൾ ഞാനതങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചോറും കറിയും ഉപ്പേരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഓരോന്നായിട്ട് അങ്ങനെ ആക്കിയെടുക്കും. അപ്പോൾ അതാ നമ്മളെ ചോറിന് അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളക്കുമ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കലാണ്. അപ്പോൾ അതൊക്കെ അതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ ഒരു കടലക്കറി വെന്ത് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് വറവിട്ടെടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചെറിയുള്ളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോഴാണ് നമ്മൾ നമ്മൾ ആ ഒരു കറി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കിയിട്ട് കുറച്ച് മസാല കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇറച്ചി മസാല ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ കുറച്ച് ഗരം മസാലയോ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് ചട്ടിയിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മളെ കടലക്കറി ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ അതൊക്കെ അവിടെ ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പത്തിരി ചുട്ടെടുക്കാനും ഉണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കടലക്കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരു പിടി മല്ലിയില ഉണ്ടെങ്കിൽ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു നല്ലൊരു ഇറച്ചിക്കറീൻ്റെ ഫ്ലേവറും ടേസ്റ്റും തന്നെ വരണമല്ലോ ഈ ഒരു കറിക്ക്. അതിന് വേണ്ടിയിട്ട് ഇറച്ചിക്കറിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലൂടെ അതാ നമ്മളെ അരി വെന്ത് വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വാർത്തെടുക്കുകയാണ്. ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുള്ള ഈ ഒരു വെള്ളം തണുത്തതിന് ശേഷം ഞാൻ കറിവേപ്പിലക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. വളരെ നല്ലതാണ് കേട്ടോ നമ്മളെ കറിവേപ്പിലക്കൊക്കെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അത് അതിൻ്റെ ഇടയിൽ കൂടെ ബാക്കിയുള്ള പത്തിരിയും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ പണികളും ഓരോന്നായിട്ട് അങ്ങനെ ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നോക്കി നിന്ന് ഇവിടെ നോക്കി നിന്നാൽ നമ്മൾ കിച്ചണിൽ നിന്നൊന്നും ഒഴിവായി കിട്ടാനേ നമുക്ക് കഴിയില്ല. അപ്പോൾ ഒരു പണി കഴിയുമ്പോഴേക്കും അടുത്ത പണി അതിൻ്റെ അങ്ങനെ വേഗം ചെയ്ത് തീർക്കലാണ്. അപ്പോൾ അത് നമ്മളെ കടലക്കറി ഇവിടെ
റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കുട്ടികൾക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിമിഷമൊക്കെ എല്ലാവരും കൂടി അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ പത്തിരിയൊക്കെ ഒന്ന് എടുത്ത് അതിലേക്ക് കറിയൊക്കെ ഒഴിക്കുകയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ എന്തെന്നാണെങ്കിലും ടേസ്റ്റിലൊരു കോംപ്രമൈസും ഇല്ല. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ കുട്ടികളെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി നിൽക്കും. പിന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ വേഗം പാത്രം കഴുകലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുമല്ലോ. അപ്പോൾ കുട്ടികളെ ലഞ്ച് ബോക്സ് ആക്കലും അവരെ പറഞ്ഞേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 10 കൂടി പോകാനേ ഉള്ളൂ. അപ്പോൾ അവളെ വണ്ടി വരുന്നതിന് മുമ്പായിട്ട് ഞാൻ വേഗം തന്നെ മുറ്റടിക്കാൻ ഇറങ്ങിയതാണ്. എന്നാൽ പിന്നെ ആ മുറ്റടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവളെ പറഞ്ഞേക്കലും ഒക്കെ ആവുമല്ലോ. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു. ഇന്ന് നല്ലൊരു വെയിലും വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും മൂടിയിട്ട് പിന്നെയും മഴ പെയ്യും, അങ്ങനെയാണ്. അപ്പോൾ അതാ അതിൻ്റെ ഇടയിലൂടെ മോളെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വണ്ടിയിലൊക്കെ കയറ്റി വിട്ടതിന് ശേഷം മുറ്റടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഒന്ന് സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടൊന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ച്. നമ്മളെ വീടിൻ്റെ മുൻവശം ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തി തന്നെ കിടക്കണം കേട്ടോ. നമ്മൾ ആര് വന്നു കഴിഞ്ഞാലും നമ്മളെ വിലയിരുത്തുന്ന ഒരു സ്ഥലമാണ് നമ്മളെ സിറ്റൗട്ടും മുറ്റമൊക്കെ. അതൊക്കെ നല്ല വൃത്തി തന്നെ എപ്പോഴും ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എവിടെ പോയാലും ആദ്യം തന്നെ ശ്രദ്ധിക്കുക അവിടുത്തെ മുറ്റവും പരിസരങ്ങളും അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ എൻ്റെ വീട്ടിൽ വന്നാലും ആൾക്കാർ ശ്രദ്ധിക്കുക എന്നുള്ള ആ ഒരു ബോധം എനിക്ക് വരും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതെന്തായാലും ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പകുതി മുക്കാൽ ആൾക്കാരും അങ്ങനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെന്നാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നത്. അങ്ങനെ ആയിരിക്കും എല്ലാവരും ചിന്തിക്കുക. അങ്ങനെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണത്. നമ്മളെ ചട്ടികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ഇടയ്ക്കൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വൃത്തിയിൽ തന്നെ കിടന്നോളൂ കേട്ടോ. 1-2 ദിവസത്തിനൊന്നും പിന്നെ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. നമ്മൾ സിറ്റൗട്ടിലൊക്കെ ചെടി വെക്കുന്നത് തന്നെ ഭയങ്കര ഒരു ഭംഗിയാണല്ലോ. അവിടെയും ഇവിടെയൊക്കെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക, അല്ലാതെ ഒന്നായിട്ട് ഇങ്ങനെ കാട് നിറച്ച് വെക്കുന്നത് അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഓരോ ചെടികൾ അവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം തന്നെ നമ്മളെ സിറ്റൗട്ട് ആയാലും നമ്മളെ വീടിൻ്റെ അകത്തായാലും ഒക്കെ നല്ല ഭംഗിയാണ്. എവിടെയെങ്കിലും ഓരോ ചെടികളൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ നമ്മളെ വീടിൻ്റെ ഉൾഭാഗമൊക്കെ അങ്ങ് മാറിപ്പോവും. നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാണെങ്കിൽ നമ്മളത് വെച്ച് ശീലമാവണം. അതാണ് നമ്മളെ സിറ്റൗട്ടൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് അവിടെയുള്ള ആ ഒരു മാറ്റുകളൊക്കെ ഒന്ന് ക്ലിയറാക്കി വിരിച്ച് ഒന്നിട്ടാൽ തന്നെ നമ്മളെ പകുതി ഭാഗം അങ്ങ് കഴിയും കേട്ടോ. ഓരോ ഭാഗം ക്ലീനാക്കി അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പിന്നെ നമ്മൾ പോവണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗം ക്ലിയർ ആക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗത്തെ മുഴുവൻ പണികളും അങ്ങ് ചെയ്ത് തീർക്കുക. എന്നാൽ പിന്നെ ആ ഒരു കാര്യത്തിൽ ഓർത്തിട്ട് നമുക്കിങ്ങനെ അതോ ഇനിയിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമല്ലോ അത് ചെയ്യാൻ പോകാൻ അങ്ങനെ വിചാരിക്കണ്ടല്ലോ. അപ്പോൾ ഒരു ഭാഗത്തെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗങ്ങളിലേക്ക് വരിക, അവിടുത്തെ പണികൾ തീർക്കുക. അതാണ് കേട്ടോ ഞാൻ ചെയ്യൽ. അങ്ങനെ അതാ സിറ്റൗട്ടൊക്കെ തുടച്ച് പിന്നെ ഞാൻ അകത്തേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ കിടക്കുന്ന ബെഡ്റൂമാണിത്. അപ്പോൾ അവർ വലിയ ആൾക്കാരൊക്കെ അവരെ പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി വെച്ചിട്ടാണ് പോവുക. അപ്പോൾ ചെറിയ ആൾ കിടന്നിട്ടുള്ള ആ ഒരു പുതപ്പാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ മടക്കി വെക്കുക. ഇപ്പോൾ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അങ്ങനെ മടക്കി വെക്കും. ആദ്യമൊന്നും വലിയ പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ലല്ലോ. കുട്ടികളായാലും നമ്മൾ അത് ശീലിപ്പിക്കാന്നേ ഉള്ളൂ. അപ്പോൾ അത് വെറുതെ മടക്കി വെക്കുമെന്ന് വെറുതെ പറയും, അത് അവരെന്തെങ്കിലുമൊക്കെ ആക്കി വെക്കുകയും ചെയ്യും. അങ്ങനെയാണ് പിന്നെ നമ്മളെ രീതിയിൽ നമ്മളൊന്ന് റെഡിയാക്കി വെക്കും എന്തായാലും. അപ്പോൾ അതാ ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിരുന്നു രാവിലെ. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളെ മുഖത്തും കൈയും കാലിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളെ തന്നെ സ്നേഹിക്കുക ഇടയ്ക്ക്. അതന്നെ നമ്മളെ ഒന്ന് കെയർ ചെയ്യുക. നമ്മളെ ഫേസ്, നമ്മളെ കൈ കാല് അതൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അതൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആരും വരില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 3-4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ച് കുറുക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പൊട്ടാറ്റോ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് വേവിച്ച് അതിലേക്ക് 1 ടീസ്പൂണോളം ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണിത്. നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണിത്. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണ്. നമ്മൾ പാൽ ഉപയോഗിച്ചാൽ ചിലർക്ക് കുരു വരും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, പക്ഷേങ്കിൽ എൻ്റെ ഫേസിലും കുരു വരുമായിരുന്നു. പക്ഷേ ഇത് തേച്ചതുകൊണ്ട് ഒരു കുഴപ്പവും വന്നിട്ടില്ല. നല്ല ഒരു ഫേസ് പാക്ക് തന്നെയാണ്. അത് ഉണങ്ങിക്കളയാനൊന്നും കാത്തു നിൽക്കുന്നില്ല കേട്ടോ. ഞാൻ കയ്യിൽ തേച്ചത് എനിക്ക് കുറച്ചും കൂടി ജോലികളുണ്ട്. അപ്പോൾ ഫേസിലിട്ടത് അങ്ങനെ വെച്ചിട്ട് ഞാൻ എൻ്റെ ജോലികളൊക്കെ തീർത്തിട്ട് പിന്നെ അത് കുളിക്കുമ്പോൾ അങ്ങ് ഫ്രഷ് ആക്കി എടുക്കുകയും ചെയ്യാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് ഫേസിലുള്ളത് അങ്ങനെ വെച്ച് കയ്യിലുള്ളതൊക്കെ ഒരു 10 മിനിറ്റോളം വെച്ചതിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞിട്ടുണ്ട്.
അപ്പോൾ കാലിലിനി കുളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അങ്ങനെ ഒരു 10 മിനിറ്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കാലിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ആ ടേബിളിൻ്റെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. ചില ദിവസം കുട്ടിക്കായാലും ഒരു മടിയായിരിക്കുമല്ലോ, എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി അവിടെ വെക്കും. അപ്പോൾ അവർക്ക് എക്സാം ഉള്ള സമയത്തൊന്നും ഞാൻ പിന്നെ അവരൊന്നും പറയില്ല കേട്ടോ, അത് ചെയ്യുമെന്ന് പറഞ്ഞൊന്നും ബുദ്ധിമുട്ടിക്കാറില്ല. അത് ഞാൻ തന്നെ അങ്ങ് ചെയ്യും കേട്ടോ. അപ്പോൾ എക്സാമുള്ള ദിവസങ്ങളിൽ രാവിലെ പഠിക്കാനിരിക്കുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇത്. അപ്പോൾ മദ്രസയിലും സ്കൂളിലൊക്കെ എക്സാമുള്ള ആ ഒരു ടൈമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷമാണ് അടിച്ചു വാരിയും തുടക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറ്. അപ്പോൾ മഴക്കാലമായാലും നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴുള്ള ഒരു കലാപരിപാടി തന്നെയാണല്ലോ ഇത്. കുടകളൊക്കെ നിവർത്തി വെച്ച് സിറ്റൗട്ടിൽ ആദ്യം വെക്കും കേട്ടോ, പിന്നെ അത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് അത് അകത്തേക്കും വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അത് ഉണക്കിയെടുക്കുക. അപ്പോൾ പിന്നെ രാവിലെ അതെടുത്ത് വെക്കുന്ന ഒരു ജോലിയൊക്കെ നമുക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിതാ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചതിന് ശേഷം അതാ കേട്ടനൊക്കെ ഒന്ന് പൊക്കി വെച്ച് എല്ലാം ഒന്ന് കോർണറുകളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും മാറാല കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കേട്ടൻ പൊക്കി വെക്കാത്ത ജനൽ, കോർണറുകൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലങ്ങളും ഒന്ന് മുക്കും മൂലയൊക്കെ ഒന്ന് അടിച്ച് വാരിയെടുക്കുകയാണ്. അപ്പോൾ തന്നെ നല്ലൊരു വൃത്തിയായിട്ടിരിക്കും. പിന്നെ ഞാനിന്ന് തുടക്കുന്നൊന്നുമില്ല, കാരണം അതിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ അങ്ങനെ തുടച്ചിട്ടുള്ളതാണ്. ഞാനൊരു 2-3 ദിവസമൊക്കെ ആകുമ്പോഴാണ് അകൊക്കെ തുടക്കുന്നത്. ഇനിയിപ്പോൾ നാശമായിട്ടുണ്ടെങ്കിൽ തലേ ദിവസം തുടച്ചാലും പിറ്റേ ദിവസം എന്തായാലും തുടക്കും, കാരണം ഞാനങ്ങനെ കേടാവുന്നതിനനുസരിച്ച് ക്ലീൻ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഉമ്മാൻ്റെ ആങ്ങള, അതായത് എൻ്റെ മാമൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്, ഒന്ന് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇതെന്താ സാധനം? എന്താ ഇതാണ്? അങ്ങനെയുണ്ട്, മറ്റേ ടീൽ ശരിയാവില്ല. റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് ചെയ്യാം, ഈ ഷേപ്പ് വേണമെങ്കിൽ ഈ ഷേപ്പ് ചെയ്യാം. ഇത് കുഴമ്പ് മോഡലാണ് വരിക. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ആ മാമൻ നല്ല പലഹാരം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. നല്ലോണം ഉണ്ടാക്കും കേട്ടോ, നല്ല ടേസ്റ്റുമാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഞങ്ങൾക്കൊക്കെ വന്നാൽ എന്തായാലും ഒന്നും ഉണ്ടാക്കി തരാതെ പോകാറില്ല കേട്ടോ. അപ്പോൾ ആളെ കാണാൻ വേണ്ടി വന്നപ്പോൾ അമ്മായി ഇല്ല കേട്ടോ ഇവിടെ, അമ്മായി എവിടേക്കോ പോയതാണ്. അപ്പോൾ പിന്നെ മാമൻ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയ കളിസ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണുകയാണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫസീലൻ്റെ വീടാണ് കേട്ടോ. അവളെ വീട്ടിൽ ആദ്യം ഈ ഒരു വെള്ളത്തിലൊക്കെ കളിക്കുന്ന സമയത്ത് മാമനൊക്കെ നല്ല ചീത്ത പറയുകയും അടിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. എന്നാലും അവർ പോകുന്ന സമയത്ത് വീണ്ടും കാണാതെ ഈ വെള്ളത്തിൽ കളിക്കും. ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോൾ അന്ന് മാമന്മാരൊക്കെ എന്തിനാണ് ഈ അടിച്ചത്, എന്തിനാണ് നമ്മളെ വഴക്ക് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കട്ടോ. ഞാൻ ഈ ഒരു മുഷിഞ്ഞ വെള്ളത്തിൽ നമ്മളിങ്ങനെ കളിക്കുമ്പോൾ എന്തായാലും നമ്മളെ മക്കളോട് നമ്മൾ പറയുമല്ലോ കളിക്കല്ലേന്ന്. അതുപോലെ തന്നെ ആയിരുന്നു അവരെന്നോട് പറഞ്ഞതെന്ന് ഞാനിങ്ങനെ ഓർത്ത് പോയിട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പരിസരങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. എനിക്കെന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മകൾ തന്നിട്ടുള്ള, ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇതൊക്കെ. ഇതാണ് നമ്മളെ അച്ചായൻ്റെയും അമ്മച്ചീൻ്റെയും വീട്. ഇപ്പോൾ അവരെ മകനും മരുമകളും അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ശൂന്യതാണ് കേട്ടോ. വീടുകളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ആദ്യത്തെ വീടും കാര്യങ്ങളൊന്നുമില്ല, ഫസീലൻ്റെ വീട് മാത്രമേ അതുപോലെ ഉള്ളൂ. അങ്ങനെ പിന്നെ മാമൻ്റെ അടുത്തുനിന്ന് അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ അവിടേക്ക് വന്നിരുന്നു. അപ്പോൾ പിന്നെ അവരോടൊക്കെ യാത്ര പറഞ്ഞതിന് ശേഷം നമ്മളിതാ വീണ്ടും കൽപ്പറ്റയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊന്ന് സ്റ്റുഡിയോയിൽ കയറാൻ, ബത്തേരി സ്റ്റുഡിയോയിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ടുള്ളതാണ്. കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കുക അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുള്ളതാണ്. പിന്നെ വെച്ചാൽ കുറേ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നല്ല ഷർട്ടുകളും നല്ല ടീഷർട്ടുകളൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം പിന്നെ കോസ്റ്റ്ലിയാണ്, എന്നാൽ ഭയങ്കര വിലയായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് തന്നെ കയറിയത്. അപ്പോൾ കയറിയപ്പോൾ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടീഷർട്ടുകൾ മോനും ഉഷക്കൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ന്യൂ ഫോമിൽ കയറിയിട്ടുള്ളതാണ്. ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ച് പിന്നെ കുട്ടികൾക്കുള്ളത് പാർസൽ വാങ്ങുകയും ചെയ്ത് അങ്ങനെ പോരുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മൾ പോകുമ്പോൾ ഉള്ള ഒരു കാലാവസ്ഥ ഒന്നും അല്ല കേട്ടോ തിരിച്ച് വരുമ്പോൾ ഉള്ളത്.
അത്യാവശ്യം നല്ല മഴ തന്നെയാണ് പെയ്യുന്നത്. അപ്പോൾ അതാ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ സാലഡും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ കൊണ്ടുത്തരുമല്ലോ. പിന്നെ അതാ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഫുഡും കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ മന്തി റൈസും റോസ്റ്റഡും ഒക്കെ ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് വയനാട്ടിലുള്ള കാക്കവയിലുള്ള ന്യൂ ഫോം റെസ്റ്റോറൻ്റാണ്. അടിപൊളി ഫുഡ് തന്നെയാണ് അവിടെ കിട്ടുന്നത്. നല്ല വൃത്തിയുള്ളൊരു റെസ്റ്റോറൻറ്റും കൂടിയാണ്. അതെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.